ഇതെവിടെ പോന്നു? രാവിലെ തന്നെ ഒരുങ്ങിക്കെട്ടി. നഷ്ടപ്പെട്ട കാശിന് വേണ്ടിയുള്ള അന്വേഷണത്തിനാണോ? എങ്കിലേ പോവാതിരിക്കുന്നതായിരിക്കും നല്ലത്. അതെന്താ? ഞാൻ അന്വേഷിച്ച കാശ് കിട്ടത്തില്ലേ? ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. കാരണം നീ അത്രയ്ക്ക് നീചനാ. നീചന്മാരോടെ ദൈവം അത്രയ്ക്ക് കരുണ കാണിക്കാറില്ല. ഓ, നീ പുണ്യാളത്തിയായിരിക്കും. അതുകൊണ്ടായിരിക്കും ആദ്യത്തെ ദിവസം തന്നെ ഭർത്താവ് മരിച്ചത്. അതിന് മരിച്ചല്ലോ, കൊന്നതല്ലേ. എന്തായാലും നഷ്ടം ആർക്കാടി? നിനക്കല്ലേ? എന്നെ ഈ അവസ്ഥയിൽ എത്തിച്ചവര് ഞെളിഞ്ഞു നടപ്പുണ്ട്. അവരുടെയൊക്കെ നാളുകൾ എണ്ണപ്പെട്ട് കഴിഞ്ഞു. അധികം വൈകാതെ അവരൊക്കെ ഇരുമ്പഴിക്കുള്ളിലാവും. ഈ അടുത്ത കാലത്ത് കേട്ടതിൽ ഏറ്റവും വലിയ തമാശ, അതാരാണ് ചെയ്തതെന്ന് അറിഞ്ഞിട്ട് പോലും ഒരു സ്റ്റെപ്പ് എടുക്കാൻ പോലും പറ്റിയില്ലല്ലോ ഇതുവരെ. എന്നിട്ട് വന്ന് വീരവാദം പറയുന്നു. എടി, സുധിയേട്ടനോട് അല്പമെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ നീ എന്തുകൊണ്ട് ഇതുവരെ കേസ് കൊടുത്തില്ല? അതിന് എനിക്ക് എന്റേതായ കാരണങ്ങളുണ്ടെങ്കിലോ? എന്ത് കാരണം? കൊന്നത് അവര് തന്നെയാണോന്നുള്ള കാര്യത്തിലേ എനിക്ക് സംശയമുണ്ട്. പിന്നെ ആരുമല്ല. അതൊക്കെ അധികം വൈകാതെ തന്നെ പുറത്തു വരും. അപ്പൊ അറിഞ്ഞേച്ചാ മതി. ഈ ഐഡിയ നിനക്കാരാ പറഞ്ഞു തന്നത്? ഓ, സിദ്ധു ആണോ? എങ്കിൽ നീ അത് വിശ്വസിക്കരുത്. കുടുങ്ങുമ്പോ എല്ലാവരും കുടുങ്ങുമല്ലോ, സിദ്ധുവും കുടുങ്ങും. അങ്ങനെ കുടുങ്ങാതിരിക്കാന് സുധിയുടെ മരണത്തിന് പിന്നില് വേറെ ആരോ ആണെന്ന് സ്ഥാപിക്കാൻ നോക്കുന്നത്. ശരത്തെ ചെല്ല്. നീ ചോദിച്ചല്ലോ എങ്ങോട്ടാ ഞാൻ പോകുന്നതെന്ന്. നിന്നോടായോണ്ട് ഞാൻ പറയാം. ഞാൻ ഒരാൾക്കൊരു പണി കൊടുക്കാൻ വേണ്ടി പോവാം.